ഏവർക്കും നമസ്കാരം. ഇന്ന് അന്താരാഷ്ട്ര പ്രമേഹ ദിനം. പ്രമേഹവുമായി ബന്ധപ്പെട്ട സങ്കീർണതകൾ നിരീക്ഷിക്കാൻ നമ്മൾ സ്വയം എന്തൊക്കെ പരിശോധനകൾ ചെയ്യണം എന്നാണ് നമ്മളിന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്രമേഹം ചിലപ്പോൾ കണ്ണുകളെയും ഞരമ്പുകളെയും കാലുകളെയും ചർമ്മത്തെയും ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ ബാധിക്കാം. എന്നാൽ പതിവായി കുറച്ച് സ്വയം പരിശോധനകളിലൂടെ നമുക്കൊരു പരിധിവരെ അസുഖങ്ങൾ സങ്കീർണതകളിലേക്ക് പോകുന്നത് തടയാൻ കഴിയും. ആദ്യം നമുക്ക് കണ്ണുകൾക്ക് എന്തൊക്കെ ചെയ്യാമെന്ന് നോക്കാം. കണ്ണുകളിൽ ചിലപ്പോൾ ചെറുതായിട്ടൊരു മങ്ങലോ അല്ലെങ്കിൽ ഒരു ഫ്ലോട്ടേഴ്സ് പോലെ കാണുകയോ അല്ലെങ്കിൽ ഒരു സൈഡിലൊരു ഷെയ്ഡ് പോലെ കാണുകയോ അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ ഉടനെ തന്നെ കണ്ണിൻ്റെ വിദഗ്ധരായ ഡോക്ടർമാരെ കാണേണ്ടതാണ്. ഇതൊന്നുമില്ലാതെ തന്നെ എല്ലാ വർഷവും കണ്ണിൻ്റെ ഡയലേറ്റ് ചെയ്ത് ഒരു ടെസ്റ്റ് എല്ലാ പ്രമേഹ രോഗികളും ചെയ്യേണ്ടതാണ്. അപ്പോൾ പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്ന് നമുക്ക് നേരത്തെ തന്നെ ഉറപ്പാക്കാൻ പറ്റും. പിന്നെ അടുത്തത് കാലുകളുടെ പരിശോധനയാണ്. കാലിൻ്റെ പരിശോധന എന്ന് പറഞ്ഞാൽ നമ്മൾ സെൻസേഷൻ ഉണ്ടോ എന്ന് നോക്കുന്ന ടെസ്റ്റുകളാണ് ചെയ്യുന്നത്. അത് എല്ലാ വർഷവും എല്ലാ പ്രമേഹ രോഗികളും ചെയ്യേണ്ടതാണ്. കാലിലെ ഇപ്പോൾ മുറിവുകൾ വന്നാൽ അറിയണമെന്ന് നിർബന്ധമില്ല. പ്രമേഹം നിയന്ത്രണത്തിൽ അല്ലെങ്കിൽ മുറിവുകൾ വന്നാൽ ചിലപ്പോൾ അറിയത്തില്ല. അപ്പോൾ അതൊക്കെ നേരത്തെ കണ്ടുപിടിക്കണേ നമ്മൾ കാലിൻ്റെ സെൻസേഷൻ നോക്കുന്ന ടെസ്റ്റുകൾ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇതിൻ്റെ കൂടെ തന്നെ രക്തോട്ടത്തിൻ്റെ വ്യത്യാസങ്ങൾ വല്ലതും ഉണ്ടോ എന്നുള്ള ടെസ്റ്റുകളും കാലിൻ്റെ പരിശോധനകളിൽ കൂടെ ചെയ്യാൻ പറ്റുന്നതാണ്. കൈകാലുകളിൽ മരവിപ്പോ തരിപ്പോ വേദനയോ വരുന്നതിന് മുന്നേ ഇത് ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് ഇതിൽ എന്തെങ്കിലും സെൻസേഷനിലെ പ്രശ്നങ്ങളോ രക്തോട്ടത്തിലെ പ്രശ്നങ്ങളോ ഉണ്ടോ എന്ന് നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാനോ അതിനുള്ള ചികിത്സ തേടാനും നമുക്ക് പറ്റിയേക്കും. അതുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ കൈകാലുകൾക്ക് ഉള്ള മരവിപ്പോ അങ്ങനെ എന്തെങ്കിലും വരുന്നതുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. ഇത് പെരിഫറൽ ന്യൂറോപ്പതിയുടെ ലക്ഷണങ്ങളാകാം. അതുകൊണ്ട് അതിന് നേരത്തെ തന്നെ ചികിത്സ നേടേണ്ട അത്യാവശ്യമുണ്ട്. പ്രമേഹം ചർമ്മത്തിൻ്റെ ആരോഗ്യത്തെ ബാധിക്കുന്ന ഇവർക്കും അറിയാമല്ലോ. അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. മിക്കവാറും വരണ്ട് കീറിയ ചർമ്മമോ അല്ലെങ്കിൽ ഉണങ്ങാത്ത മുറിവുകളോ ഒക്കെ പ്രമേഹ രോഗിക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ തുടർച്ചയായി അങ്ങനെ വരൾച്ചയോ എന്തെങ്കിലും ഒരു മുറിവുകൾ ഉണങ്ങാതെ വല്ലതും വരികയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഡോക്ടറെ കണ്ട് അതിനുള്ള ചികിത്സ തേടിയില്ലെങ്കിൽ അത് വഷളാവുകയും വേറെ വലിയ പ്രശ്നങ്ങളിലേക്ക് പോകാനും സാധ്യതയുണ്ട്. പ്രമേഹം നമ്മുടെ കാലിലേക്കുള്ള രക്തോട്ടത്തിനെ ബാധിക്കുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പം കൈകാലുകളിലെ വീക്കമോ അല്ലെങ്കിൽ വളരെ അധികം വേദന, പ്രത്യേകിച്ചും കുറച്ച് അധികം നടക്കുമ്പോൾ വല്ലാത്ത വേദനകൾ വരികയും കാലിൽ നീര് വരികയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് അതിനുള്ള പരിശോധനകൾ ചെയ്യുകയും രക്തോട്ടത്തിൽ വല്ല പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും ചെയ്യുകയാണെങ്കിൽ വേറെ വലിയ പ്രോബ്ലംസ് ഒന്നും ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റും. പ്രമേഹ രോഗികൾക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു പ്രശ്നം നാഡീഞരമ്പുകളെ എഫക്റ്റ് ചെയ്തിട്ട് അതിന് രോഗിക്ക് ഒരു ബാലൻസ് ഇല്ലായ്മ അല്ലെങ്കിൽ നമുക്ക് നടക്കാനുള്ളൊരു ബുദ്ധിമുട്ടൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒന്ന് സ്വയം അത് മനസ്സിലാക്കേണ്ട ഒരു അത്യാവശ്യമുണ്ട്. ഏതാനും സെക്കൻഡുകൾ ഒരു കാലിൽ നിൽക്കാൻ ശ്രമിക്കുക. അങ്ങനെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഇംബാലൻസ് വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മുടെ പേശികൾ ദുർബലമോ അല്ലെങ്കിൽ നമ്മുടെ നാഡീഞരമ്പുകൾക്ക് എന്തോ പ്രശ്നമുണ്ടാകാൻ സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ അതിനുള്ള കൃത്യമായ പരിശോധനകൾ ചെയ്യുകയും ന്യൂറോളജിസ്റ്റിനെ കാണുമോ അതിനുള്ള കൃത്യമായ വേറെ വലിയ ടെസ്റ്റുകൾ വല്ലതും ചെയ്യേണ്ട അതുണ്ടോ എന്ന് ഡോക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെ ചെറിയ ലളിതമായ സ്വയം പരിശോധനകളിൽ കൂടെ നമുക്ക് പ്രമേഹത്തിൻ്റെ സങ്കീർണതകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് നേരത്തെ തന്നെ അറിയാൻ പറ്റും. ഇതിനൊക്കെ പുറമെ നമ്മൾ കൃത്യമായി ചില പരിശോധനകൾ ചെയ്യേണ്ടതുണ്ട്. ഷുഗർ ലെവൽസ് കൃത്യമായി നോക്കുക. 3-4 മാസത്തിലൊരിക്കൽ HbA1c എന്ന് പറഞ്ഞ ടെസ്റ്റും കിഡ്നി ഫങ്ഷനിങ് ടെസ്റ്റുകൾ നോക്കുക. ഇപ്പം വൃക്കകൾക്ക് തകരാറുണ്ടോ എന്ന് അറിയാനുള്ള രക്തപരിശോധനയുണ്ട്. യൂറിനിലെ മൈക്രോ ആൽബുമിൻ എന്ന് പറഞ്ഞ ടെസ്റ്റുകളുണ്ട്. അതുപോലെ തന്നെ എല്ലാ വർഷവും ECG എടുക്കുക.
തൈറോയിഡിൻ്റെ ടെസ്റ്റ് ചെയ്യുക, 6 മാസത്തിലൊരിക്കൽ ലിപ്പിഡ് പ്രൊഫൈൽ ടെസ്റ്റ് ചെയ്യുക. ഇങ്ങനത്തെ എല്ലാ പരിശോധനകളും കൃത്യമായിട്ട് ചെയ്യുകയും ഇതിനോടൊപ്പം തന്നെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കണ്ണിൻ്റെയും കാലിൻ്റെയും പരിശോധനകളും എല്ലാം കൃത്യമായി ചെയ്യുകയാണെങ്കിൽ പ്രമേഹത്തിൻ്റെ സങ്കീർണതകൾ എന്തെങ്കിലും വരുന്നതിന് മുന്നേ തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ മുൻകൂട്ടിയുള്ള ഒരു രോഗനിർണയത്തിന് ഈ വിധം ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മളുടെ പ്രമേഹ രോഗിയുടെ ആരോഗ്യത്തിനും സജീവമായ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും വളരെയധികം സഹായിക്കും. അപ്പോൾ ഈ വർഷത്തെ വേൾഡ് ഡയബറ്റിസ് ഡേയുടെ പ്രമേയം തന്നെ ഡയബറ്റിസ് ആൻഡ് വെൽബീയിങ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ലക്ഷണങ്ങൾ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ അതൊരു മുന്നറിയിപ്പായിട്ട് കണക്കാക്കി എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഡോക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്ത് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഒരു വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ സുഗമമായൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും.